ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞിട്ടില്ല. ജൂൺ 13-നും ജൂൺ 24-നും ഇടയിൽ ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടി. ഇനിയും സംഘർഷത്തിലേക്ക് നീങ്ങിയേക്കാം. ഇരുവശവും എങ്ങനെയാവും ഇനി യുദ്ധം ചെയ്യുക എന്ന വിശകലനവും നടത്തുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും അതിൻ്റെ മുൻ രീതിയിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നിഴൽ യുദ്ധം നയിക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും നിഴൽ യുദ്ധം തുടരുന്നുണ്ട്. ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾ, അട്ടിമറി, കൊലപാതകങ്ങൾ, നയതന്ത്ര സമ്മർദ്ദം, പ്രോക്സി യുദ്ധം എന്നിവ ഇനിയും തുടരുമെന്നാണ് വിലയിരുത്തൽ. 2025 ജൂൺ 13-നാണ് ദീർഘകാലത്തെ നിഴൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഇറാന് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്തിയത്. ആഭ്യന്തര അസ്വസ്ഥതകൾ, ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം, ഉപരോധങ്ങൾ എന്നിവയിലൂടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അസ്ഥിരപ്പെടുത്താൻ വർഷങ്ങളോളം ശ്രമിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക ആക്രമണം ആരംഭിച്ചത്. ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആക്രമണം. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ഇറാൻ സൈനിക അടിത്തറ വീണ്ടെടുത്തതോടെ യുദ്ധത്തിൻ്റെ ഗതി മാറാൻ തുടങ്ങി. ഇറാൻ്റെ വ്യാപകമായ മിസൈൽ ആക്രമണതന്ത്രത്തിലെ മാറ്റങ്ങൾ, മൊസാദുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളെ തുറന്നുകാട്ടിയ ആഭ്യന്തര ഇൻ്റലിജൻസ് മുന്നേറ്റങ്ങൾ എന്നിവയിലൂടെ ഇറാൻ മുന്നേറ്റം നടത്തി. ഇതോടെ ഇസ്രായേൽ വെടിനിർത്തലിന് നിർബന്ധിതരായി. 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചിട്ട് 2 മാസത്തിലേറെയായി. വീണ്ടും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ പഴയ രീതിയിലുള്ള നിഴൽ യുദ്ധം തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ്റെ നാവികസേന വിപുലമായ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയത് വലിയ വാർത്തയാകുന്നു. ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധം ഉൾപ്പെടെ സമീപ വർഷങ്ങളിലെ ഇറാൻ്റെ യുദ്ധ പ്രതിരോധ അനുഭവങ്ങൾ ഈ അഭ്യാസങ്ങളിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് സൈനിക വക്താവ് ഇറാൻ മാധ്യമമായ ടെഹ്റാൻ ടൈംസിനോട് പറഞ്ഞത്. ബുധനാഴ്ച ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്തുവെന്നും വ്യാഴാഴ്ച ഡ്രിൽ നടത്തുമെന്നും വൈസ് അഡ്മിറൽ അബ്ബാസ് ഹസാനി പറഞ്ഞിരുന്നു. ഇറാൻ്റെ തെക്കേ അറ്റത്തെ അതിർത്തിയിലുള്ള വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ കടലിലും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് അഭ്യാസങ്ങൾ നടത്തുകയെന്നും അദ്ദേഹം ടെഹ്റാൻ ടൈംസിനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. അവയിൽ പ്രതിരോധ ആക്രമണ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നു. ഒരു ശത്രു കപ്പൽ മുക്കുന്നത് മുതൽ ശത്രു മിസൈലുകൾ തടയുന്നത് വരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നാവികസേന ഏത് ഭീഷണിയെയും നേരിടാൻ സജ്ജമാകും, വൈസ് അഡ്മിറൽ അബ്ബാസ് ഹസാനി ബുധനാഴ്ച പറഞ്ഞു. അണ്ടർ വാട്ടർ, വ്യോമ, യുദ്ധ യൂണിറ്റുകൾ ഉൾപ്പെടെ വിവിധ നാവിക യൂണിറ്റുകൾ ഈ അഭ്യാസത്തിൽ പങ്കെടുത്തു. തീരദേശ കടൽ മിസൈൽ സൈറ്റുകളും കടൽ അധിഷ്ഠിത മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കും. പരീക്ഷിക്കാൻ തയ്യാറായ ഹ്രസ്വദൂര, മധ്യദൂര, ദീർഘദൂര പ്രൊജക്ടൈലുകളും ഡ്രില്ലിലുണ്ടാകുമെന്നും സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അഭ്യാസത്തിന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ടെന്ന് വൈസ് അഡ്മിറൽ വിശദീകരിച്ചു. പ്രതിരോധം സൃഷ്ടിക്കുക, ഇറാനിലെ ജനതയ്ക്ക് രാജ്യത്തിൻ്റെ സായുധസേന സജ്ജരും ജാഗ്രതയുള്ളവരുമാണെന്ന് ഉറപ്പാക്കുക. ഇറാൻ ഒരിക്കലും ആക്രമണകാരിയല്ല. നമ്മുടെ സൈനിക ശക്തി എപ്പോഴും നമ്മുടെ ഭൂമിയെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തെ നാം പവിത്രമായി കാണുന്നത്. ഇറാൻ്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി സൈന്യം അവസാന തുള്ളി രക്തം വരെ പോരാടുമെന്ന് ഇറാനിയൻ ജനത അറിയണം, വൈസ് അഡ്മിറൽ അബ്ബാസ് ഹസാനി പറഞ്ഞു.